ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത കൊല്ലം വരാനിരിക്കുന്ന നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക, 2028 നടക്കാൻ ഇരിക്കുന്ന ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസൊക്കെ നമ്മൾ തുടങ്ങി. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറയുമ്പം, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറയുമ്പോൾ വേറൊരു അഭിമാനം തന്നെയാണ്. വളരെ സന്തോഷമായിരുന്നു. ഇൻവിറ്റേഷൻ കിട്ടി. അത് ഇന്ത്യൻ ടീമിന്റെ കൂടെ അസീമിന് പങ്കെടുക്കാനുള്ള ചാൻസ് പാരീസിൽ വെച്ച് നടന്ന വേൾഡ് പാരാ സ്വിമ്മിങ് സീരീസിൽ അതിന്റെ കൂടെ ക്ലാസിഫിക്കേഷനിൽ പുള്ളിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യ തന്നെ പുള്ളിയാണ് ഫസ്റ്റ് ആള് S2 കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്തത്. നമസ്കാരം. നമ്മളൊക്കെ ചെറിയ കുറവുകളുണ്ടെങ്കിൽ പോലും ദൈവത്തെ പഴിച്ച്, വിധിയെ പഴിച്ച് നമ്മുടെ ജീവിതം കരഞ്ഞു തീർക്കുന്നവരാണ്. അപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിക്കാരൻ ആസിം വെളിമണ്ണ വ്യത്യസ്തനാവുന്നത്. ശരീരത്തിന്റെ 90% പരിമിതി ഉണ്ടായിട്ട് പോലും ആ ഭിന്നശേഷിക്കാരനായ യുവാവ് നീന്തിക്കയറിയത് അന്താരാഷ്ട്ര മത്സരത്തിന്റെ പടവുകളാണ്. നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാരീസിൽ നടന്ന അന്താരാഷ്ട്ര സ്വിമ്മിംഗ് കോമ്പറ്റീഷനിലടക്കം പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ആസിം വെളിമണ്ണയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാവിലെയുള്ള എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് സെഷനിലാണ്, എക്സസൈസ് സെഷനിലാണ്. നമുക്ക് എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് വരാം. ഇപ്പം ഞാൻ ആസിമിനെ ആദ്യമായിട്ട് കാണുന്നത് സ്വന്തം പഠിച്ചിരുന്ന സ്കൂള് ഹൈസ്കൂളാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്ത ഒരു വിദ്യാർത്ഥിയുടെ റോളിലാണ്. അപ്പം അവിടെ നിന്ന് ഇപ്പം 19 വയസ്സിലേക്ക് എത്തുമ്പം ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം +2ലേക്കാണല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ പാരീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിച്ചു. അല്ലെ, ഇപ്പം എന്താണ് ഇപ്പം തോന്നുന്നത്? ഇപ്പം ശരി പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നാണ്. ഓരോ വർഷവും ഓരോരോ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഭയങ്കരൊരു ഭാഗ്യമൊക്കെ തോന്നുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെ. എങ്ങനെയാണ് ഇപ്പം ആസിമിന്റെ ഒരു ഡെയിലി പ്രാക്ടീസ് സെഷൻ എങ്ങനെയാണ്? ഇപ്പം ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളപ്പം നമ്മുടെ അഷ്കർ സാറെ ഈ ഫിസിയോയില് വന്നിട്ട് ഒരു 2 മണിക്കൂർ എക്സസൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള പുള്ളാവൂർ സ്ഥലത്തുള്ള യൂബക്സ് എന്ന് പറഞ്ഞിട്ടൊരു പൂളുണ്ട്. അവിടെ പോയിട്ട് അവിടെ 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും, സ്വിം ചെയ്ത് കഴിച്ച്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലത്ര ഡേറ്റിംഗ് വെച്ചിട്ടില്ല, ഇല്ല. ബാക്കിയൊക്കെ അങ്ങനെ പോകും. അപ്പം ആസിമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അപ്പൊ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത കൊല്ലം വരാനിരിക്കുന്ന നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ 2028 നടക്കാൻ ഇരിക്കുന്ന ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ ഓൾറെഡി നാഷണൽ ലെവലിൽ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ പോയി നിരവധി മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി പറ്റി അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ 2024 ഈ മത്സരത്തിൽ സ്വിമ്മിങ്ങിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്നത്. അപ്പം അത് സ്റ്റേറ്റ് മത്സരിച്ചു. പിന്നെ നാഷണലിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചപ്പം ആ ഒരു നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാനുള്ള ഒരു അഭിമാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പാരീസിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോയപ്പം ശരി പറഞ്ഞാൽ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറയുമ്പം, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറയുമ്പോൾ വേറൊരു അഭിമാനം തന്നെയാണ്. വളരെ സന്തോഷമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചോദിക്കല്ല, അതായത് ഇപ്പം നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 100% ഫിറ്റ് ആണെന്ന് പറയുന്ന ആളുകൾ പോലും ഒന്ന് ഭയക്കുന്ന ഒരു മേഖലയാണ്. മറ്റുള്ള സ്പോർട്സ് ഐറ്റംസ് പോലെയല്ല, അല്ല, വളരെയധികം അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഒരു കായിക മേഖല. അപ്പൊ എങ്ങനെയാണ് നീന്തലിലേക്ക് എത്തിപ്പെടുന്നത്? നീന്തല് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കണമെന്നുള്ളത്. ആ ആഗ്രഹം വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ പോകുമ്പം അവരൊക്കെ നീന്തൽ കാണുമ്പം എന്തെങ്കിലും ഒന്ന് നീന്തൽ പഠിക്കണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം കൂടെ വരുമ്പോൾ അവരുടെ കൂടെ ഞാൻ വെള്ളത്തിൽ ചാടുമായിരുന്നു. അങ്ങനെ ആരൊക്കെ വിളിച്ച് രക്ഷിക്കും.
അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ പഠിക്കും, ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് 2018 എന്നെ നീന്തൽ പഠിപ്പിച്ച എൻ്റെ ഗുരു സജീവ് ബാലശ്ശേരി സാറ് എന്നെ വന്ന് കാണുന്നത്. സാർ എന്നോട് ചോദിച്ചു, നിനക്ക് നീന്താൻ താല്പര്യമുണ്ടോ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഞാനും ഉപ്പയും കൂടിയിട്ട് ഉപ്പാക്ക് ജോലി റിസൈൻ ചെയ്ത സമയത്ത് ഞാനും ഉപ്പയും കൂടിയിട്ട് സാറ് വീട്ടിലേക്ക് പോയി. അങ്ങനെ ആലുവ പെരിയാറിലാണ് സാറിന്റെ ശിക്ഷണത്തിൽ ഞാൻ ആലുവയിൽ പെരിയാർ. അതെ പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയിലാണ് നീന്തൽ പഠിച്ചത്. അതെ അവിടെ 1-2 ആഴ്ച പരിശീലനത്തിന് ഒടുവിൽ പഠിച്ചു. നീന്തൽ പഠിച്ചു. അതെ. എന്നിട്ട് ഇപ്പം അവിടെ നിന്ന്, അതായത് അന്ന് നീന്താൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ബാലനിൽ നിന്ന് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കുന്ന ഒരു യുവാവിലേക്ക് എത്തിയപ്പോൾ എന്താണ് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? അല്ല, നീന്തല് പഠിക്കുന്ന സമയത്ത് ഞാൻ നമുക്ക് ഈ സാധ്യതകളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നീന്തൽ പഠിക്കാൻ സ്വപ്നം കാണുന്ന സമയത്തും എൻ്റെ ഒരു ആഗ്രഹം നീന്തൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നീന്തൽ പഠിച്ച് സാറ് പഠിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങിയപ്പം വീണ്ടും മനസ്സിലായി ഇനിയും ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന്. സ്റ്റേറ്റിൽ മത്സരിച്ചപ്പം സാധ്യതകൾ കൂടി. അപ്പം നാഷണലിലേക്ക് മത്സരിക്കാൻ പറ്റി. അപ്പം നാഷണൽ മത്സരിച്ചപ്പോൾ മനസ്സിലായി ഇന്റർനാഷണലിലേക്ക് പോകാൻ സാധ്യതകൾ ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ ഇത്രത്തോളം ആ ഒരു സ്വിമ്മിങ്ങിൽ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് എന്ന് ഞാൻ കേട്ട്. അല്ലെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടന്നു വരുന്ന വഴികൾ, നമ്മുടെ പ്രതിസന്ധികൾ, അതൊക്കെയാണ് പലപ്പോഴും നമ്മളെ വല്ലാതെ ബോൾഡാക്കുന്നത്. ഇപ്പൊ ആസിമിനോട് സംസാരിക്കുമ്പോഴും അതെ, ആസിം ഒട്ടും എന്താ പറയാ ബോധടല്ല, തന്റെ കുറവുകളെ കുറിച്ച് ആസിം ഒട്ടും ബോധടല്ല അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു മേഖല എങ്ങനെയാണ്? എന്റെ ഒരു തിയറി എന്ന് പറയുന്നത്, നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഒരു മാറ്റത്തിന് കാരണം നമ്മളൊരു നിമിത്താണ് ആയിട്ടുണ്ടെങ്കിൽ, അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോട്ടിവേഷൻ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഹിസ്റ്ററികൾ നമ്മൾ വായിക്കാറുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരുപാട് വ്യക്തിത്വങ്ങളും ഉണ്ട്. അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കുമ്പോഴും അവരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു അച്ചീവ് നേടിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് പറ്റിയ രീതിയിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നാളെ ഇതുപോലെ 100,000 ആളുകൾ ആസിമിനെ കുറിച്ചും പഠിക്കാൻ, അല്ല ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നൊരു ജീവിതമായിട്ട് മാറാൻ വേണ്ടി സാധിക്കട്ടെ എന്നുള്ള ആശംസകളുണ്ട്. ഇപ്പോൾ ആസിമിന്റെ ഫിസിയോ ഡോക്ടർ അഷ്കർ അലി നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇപ്പൊ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ്, ആ യുവാവിന് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ മത്സരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ അതിജീവിച്ചാണ് ആസിം എന്ത് ചെയ്തിരിക്കുന്നത്, പാരീസിൽ ഉൾപ്പെടെ ചെല്ലുകയും നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുകയും ചെയ്തത്. അപ്പം അതിന്റെ പിറകിലുണ്ടായിരുന്ന ആ ഒരു കഥ എന്താണെന്ന്? ആസിം ഓൾറെഡി ഒരു സെലിബ്രിറ്റിയാണ്. പുള്ളി വളരെ നേരത്തെ തന്നെ പല കാര്യങ്ങൾക്കും, സ്കൂളിലെ ഇഷ്യൂസിന് എല്ലാത്തിനും ഫൈറ്റ് ചെയ്യാൻ നല്ല പ്രതിബദ്ധതയുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. പിന്നെ പുള്ളി ഭയങ്കര ഫേമസ് ആയത് ഈ വേൾഡ് കപ്പ് കാണാൻ പോയി അവിടെ മെസ്സിൻ്റെയും ഇവരൊക്കെ കൂടെ ഷെയർ ചെയ്യാനൊക്കെ പറ്റി. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പുള്ളി ഈ നാഷണൽ ലെവലിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുന്നുണ്ട്. പുള്ളിക്ക് ഒരു ഇന്റർനാഷണലി പോകണമെന്നുള്ള വളരെ ആഗ്രഹമാണ്. ഇന്റർനാഷണലി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഘട്ടമുണ്ട്. ലൈസൻസിങ് ആണ് ഇവർക്കില്ല. ഇവരെ ഡിസബിലിറ്റി അനുസരിച്ച് ക്ലാസ് ചെയ്യാം. അപ്പോൾ അസീം ശരിക്കും ഒരു 90% മുകളിൽ ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ S2 കാറ്റഗറിയിൽ ആണ് നമുക്കത് കിട്ടിയത്. ഇപ്പോൾ ലാസ്റ്റിലേക്ക് കിട്ടി. അപ്പോൾ അതിനുവേണ്ടി പുള്ളിക്ക് ഒരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം ഉണ്ടായിരുന്നത്. ആ വരുന്ന സമയത്ത് സ്കൂളിൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പം നമ്മളത് അപ്ലൈ ചെയ്തു. അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് അത് ചെയ്തതിനു ശേഷം നമുക്ക് അവിടേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അത് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ അസീമിന് പങ്കെടുക്കാനുള്ള ചാൻസ് പാരീസിൽ വെച്ച് നടന്ന വേൾഡ് പാരാ സ്വിമ്മിങ് സീരീസിൽ. അപ്പൊ അതിൽ പോകുന്നതിന് മുമ്പായിട്ട് വളരെ അധികം നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മനസ്സും ശരീരവും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മെല്ലെ വന്നാണ് അതിലേക്ക് പങ്കെടുക്കാനുള്ള ലെവലിലേക്ക് എത്തിയത്. പിന്നെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് അസീമിന് എല്ലാ കാര്യവും, അസീം തൊടുന്നതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ മാതിരി, അസീമിന് എവിടെ പോയാലും അതിനൊരു
അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട്. മെല്ലെ മെല്ലെ അത് ശരിയായി വരുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇത്രയും പ്രയാസം അനുഭവിച്ച് പോയാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പിന്നെ അവിടുത്തെ പെർഫോമൻസ് തന്നെ വളരെ നന്നായിട്ട് ചെയ്ത് ആ ആ കാറ്റഗറി ലെവലിൽ പുള്ളിക്ക് നല്ല രീതിയിൽ എത്താനും ആ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് പോയിന്റ് സിസ്റ്റത്തിൽ ഇവരെ വേൾഡ് ഗെയിംസ് നടക്കുന്നുണ്ട്. വേൾഡ് പാരാ സ്വിമ്മിങ് ചാമ്പ്യൻഷിപ്പ് സിംഗപ്പൂർ സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട്. അതിലേക്കുള്ള എൻട്രി ക്വാളിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് പുള്ളി അച്ചീവ് ചെയ്ത് അതിന്റെ കൂടെ ക്ലാസിഫിക്കേഷനിൽ പുള്ളിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ പുള്ളിയാണ് ഫസ്റ്റ് ആള് S2 കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. പാരസ്വിമ്മർ ആണ് S2 കാറ്റഗറിയിൽ ഇന്റർനാഷണലി ക്ലാസിഫൈ ചെയ്തതാണ്. ഇന്ത്യയിൽ ഇന്റർനാഷണലി ക്ലാസിഫൈ ചെയ്ത പാരസ്വിമ്മർ. നാഷണലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ആണ് അതിന്റെ അതോറിറ്റി അല്ല അതിന്റെ എക്സ്ട്രീം. അപ്പൊ അത് വെച്ചിട്ട് പുള്ളിക്ക് ഇനി എവിടെ വേണമെങ്കിലും എന്ത് പ്രോഗ്രാമിനും പുള്ളിക്ക് ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈ ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പിൽ വേണ്ട വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആകുമ്പോൾ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഓരോ വർക്കിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നന്നായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യും. 2 hours നമ്മളെ ക്ലിനിക്കിൽ തന്നെ വന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ സ്വിമ്മിങ് ഒരു 2 to 3 hours ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ മെന്റൽ ഹെൽത്തും കാര്യങ്ങളും ഭക്ഷണ രീതികളെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ. പിന്നെ ഒരുപാട് കഴിവുകളുള്ള ആളാണ് അസീം. അതൊക്കെ നിങ്ങൾക്ക് പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങനത്തെ ആൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരാ, എല്ലാവരെയും സപ്പോർട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളീനെ നമ്മൾ നമ്പർ 1 ആക്കാൻ തന്നെ പറ്റും. പുള്ളീന്റെ ആഗ്രഹമാതിരി നമുക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്ന പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിങ്ങളെല്ലാവരും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ആണ്. ഇപ്പം വേറൊരു നമുക്ക് ഈ ഇതിൽ തന്നെ കിട്ടിയത് നമ്മളെ ഇതിന്റെ ഈ പാരാ സ്വിമ്മിങ് ഫെഡറേഷന്റെ അല്ലെങ്കിൽ ഈ പാരാലിമ്പിക് അസോസിയേഷന്റെ പാരാ സ്വിമ്മിങ് ഇതിലുള്ള ചെയർപേഴ്സണും അതിന്റെ മെയിൻ ആളും കോച്ചുമാണ്, പാരാ സ്വിമ്മിങ് കോച്ചാണ് ദബ്ബ സാറുണ്ട്. ആ ദബ്ബ സാറ് പുള്ളിനെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് പുള്ളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഗോളിയോറിലേക്ക്. പുള്ളിന്റെ സെന്ററിൽ വെച്ചിട്ട് ഒരു കുറച്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി നെക്സ്റ്റ് വീക്കിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗോളിയോറിലേക്ക്. അപ്പോൾ അറിയുന്ന ഓരോരുത്തരും അവരെ ട്രെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അതിന്റെ കൂടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും മറ്റൊരു NGOസിന്റെ സപ്പോർട്ടൊക്കെ ഇട്ടാണ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് എന്തായാലും വരും ഓട്ടോമാറ്റിക്കലി മാക്സിമം. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇതെല്ലാവർക്കും ഒരു റോൾ മോഡലായിട്ട് തന്നെ അസീം മാറും. അസീമിന്റെ മാതിരി തന്നെ കുറെ പേര് വേറെ വരുന്നുണ്ട്. അതേ ഇതിലുള്ള ഞങ്ങൾക്ക് കുറെ പേരെ ഇപ്പം കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്രയാസമുള്ള ആൾക്കാരെ നമുക്ക് മുകളിലോട്ട് എത്തിക്കാൻ പറ്റും. അതാണ് ഞാൻ ചോദിക്കാനിരിക്കുന്നത്. അതായത് ഇപ്പം അസീം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഈ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് 100 കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് ഇതുപോലെ ഇത്ര പോലും ഇല്ലെങ്കിൽ പോലും തന്റെ ചെറിയ കഴിവുകൾ പോലും ആലോചിച്ച് അയ്യോ എനിക്ക് കുറവുണ്ടല്ലോ എന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് അസീം. തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ ഞാൻ ഈ ഒരു ഫീൽഡിൽ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പല ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സിവിയർ ഡിസബിലിറ്റി ആൾക്കാരെ കോമ്പീറ്റ് ചെയ്യാൻ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് ആ ഗവൺമെന്റും അവിടെ ആ രാജ്യത്തിന്റെ ടീം അത് സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് ശരിക്കും ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ കൂടുതലുള്ളത് മെന്റൽ ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യം അതാണ്. ചെറിയൊരു പ്രോബ്ലം വരുമ്പോഴേക്കും നമ്മൾ അത് വലിയ ഇഷ്യൂസ് ആക്കി മാറ്റി പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മൾ മുന്നോട്ടേക്ക് കാണാൻ അല്ലെ, നമ്മൾ കൈയും കാലും ഉള്ളവർ നോക്കി നിൽക്കാണ്. ഇപ്പോഴും സ്വിമ്മിങ് പഠിക്കാത്ത എത്ര പേരുണ്ട് നിങ്ങൾ പറ. അപ്പൊ പുള്ളി നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. പുള്ളിക്ക് വേറെ എനിക്കറിയാം കുറെ പ്രയാസങ്ങളുണ്ട്. പുള്ളിന്റെ ആകെ ഈ ഒരു ലെഫ്റ്റ് ലെഗ് മാത്രമാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. മറ്റത് ഒരു പകുതിയില്ല, ഒരു 25% ചെറിയ അസിസ്റ്റൻസ് മാത്രമേ കിട്ടൂ. ബാക്കിയൊക്കെ ട്രങ്കും ഇതും യൂസ് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. സ്വിമ്മിങ് ആകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് എന്താ പറയാ മസിൽ ക്രാംസ് വരാം, ഇഞ്ചുറി വരാം, പലതും വരാം. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ മെല്ലെ മെല്ലെ സെറ്റാക്കി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അതിന്റെ ഒരു നല്ലൊരു ഇതിലേക്ക് പുള്ളിക്ക് എത്താൻ അതുകൊണ്ട് കഴിയുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണം ഇതിൽ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അസീമിനെ എല്ലാവരും കൂടി നല്ല രീതിയിൽ വിഷ് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇപ്പൊ അസീമിന്റെ പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഇത്രയും ദൂരം ഓമശ്ശേരിയിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട്
ഡെയിലി വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നു. അതൊരു ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പക്ഷേ ആസിം ഒരു ഇന്റർനാഷണൽ പാരാസിമ്മർ ആണല്ലോ. അപ്പൊ നമ്മളത് പിന്നെ അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രയാസം അനുഭവിച്ചാലേ മതിയാവും. സത്യം പറഞ്ഞാൽ നമ്മളവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഡെയിലി ഇങ്ങോട്ട് 20 കിലോമീറ്റർ വരിക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളവിടെയൊക്കെ ഇതുണ്ട്, ജിമ്മൊക്കെ ഉണ്ട്. പക്ഷേ അഷ്കർ സാറ് ഇതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഇത്തരം ആളുകളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ പാരീസിൽ നമ്മൾ പോയപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആസിമിൽ ഫിസിയോ ആയിട്ട് കൂടെ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യേകം താല്പര്യം എടുത്ത് ഇവിടെ വരാൻ പറഞ്ഞതുകൊണ്ട് ഡെയിലി 20 കിലോമീറ്റർ ഒഴിക്കലൂടെ ഫിസിയോ ഫിറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഡെയിലി വരും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി 10 കിലോമീറ്റർ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള പുള്ളാവൂരിലെ ബ്ലൂബെക്സ് എന്ന് പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ റാഷിദ് എന്ന് പറയും. അപ്പോൾ അവിടേക്കാണ് ഇനി പരിശീലനത്തിന് പോകുന്നത്, സ്വിമ്മിങ് പരിശീലനത്തിന്. അപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 10-60 കിലോമീറ്ററാണ് ഡെയിലി നമ്മുടെ യാത്ര. വീട്ടിലുള്ളപ്പോൾ ദൂരൊക്കെ ആകുമ്പോൾ നടക്കില്ല, പരിപാടിക്കൊക്കെ പോകുമ്പോൾ. നാട്ടിലുള്ളപ്പോൾ ഡെയിലി പോവാറുണ്ട്. അങ്ങനെയാണ് യാത്ര. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കണല്ലേ? അതെ പിന്നെ നമുക്ക് നീന്തുന്നിടത്ത് വെച്ച് കാണാം. അതെ കാണാം. എല്ലാവരും പറഞ്ഞതുപോലെ ആസിം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾക്ക് ഇതുപോലെ ഇതിലും പകുതി പോലും കുറവില്ലാഞ്ഞിട്ട് പോലും തങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ് ആസിം. ആസിം ഇനിയും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാരാലിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ, മെഡലും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ ടീം.